ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രമീസ് കിച്ചൺ. ഇന്ന് നമ്മൾ പ്രമീസ് കിച്ചണിൽ ഉണ്ടാക്കുന്നത് തട്ടുകടകളിലും റെസ്റ്റോറൻറ്റുകളിലും ഉണ്ടാക്കുന്ന അതേപോലെ നമുക്ക് വീട്ടിലും കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ട്, വളരെ ക്രിസ്പി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ കേട്ടോ. അപ്പോൾ നമ്മളിതേ ഒരു 500 ഗ്രാം കോളിഫ്ലവർ ഇതുപോലെ നമ്മൾ ചെറിയ പീസായിട്ട് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതേ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് അങ്ങോട്ട് വെന്ത് പോവേണ്ട, 2 മിനിറ്റ് മാത്രം ഒന്ന് വേവിച്ചാൽ മതി. നമ്മൾ വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ അത് കോളിഫ്ലവറിൽ നല്ലതുപോലെ ഉപ്പ് നന്നായിട്ട് പിടിക്കും. നമ്മൾ മസാലയിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്, പക്ഷെ മസാലയിൽ ഇട്ടിട്ട് നമ്മൾ കോളിഫ്ലവർ ഇട്ട് കൊടുത്താലും ഉപ്പ് പിടിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുത്തിട്ടൊന്ന് 2 മിനിറ്റ് നേരം നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നത്. ഇത് 2 മിനിറ്റ് നേരം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് വെള്ളം ഊറ്റിക്കളയുകയും അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് കോളിഫ്ലവർ അതിൽ നിന്നും മാറ്റുകയും ചെയ്യാം. ഇനി നമുക്ക് കോളിഫ്ലവറിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള മസാലകൾ തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു വലിയൊരു ബേസിൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 സ്പൂൺ കുരുമുളക് പൊടി, 3/4 സ്പൂണ് ഗരം മസാല പൊടിച്ചത്. ഇനി അതിലേക്ക് നമുക്ക് 1 സ്പൂണ് ഇഞ്ചി പേസ്റ്റ്, 1 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായിട്ട് 3 സ്പൂണ് കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് ചെറുനാരങ്ങ നീര് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 100 ഗ്രാം കോൺഫ്ലോറാണ് ചേർക്കുന്നത് കേട്ടോ. 100 ഗ്രാം കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് മൈദ, 2 സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് കേട്ടോ. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ തയ്യാറാക്കുന്ന ബാറ്റർ ഒരുപാട് ലൂസായിട്ടിരിക്കാനും പറ്റില്ല, എന്നാൽ ഒരുപാട് തിക്കായി പോകാനും പറ്റില്ല. അതുകൊണ്ട് നോക്കിയ ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അത് കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടാണെങ്കിലും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ മാവെല്ലാം നല്ലപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണ് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പ് മതി, കാരണം നമ്മൾ ഈ ബാറ്ററിലേക്ക് വേണ്ട ഉപ്പ് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. നമ്മൾ കോളിഫ്ലവർ വേവിക്കുന്ന സമയത്ത് കോളിഫ്ലവറിലേക്ക് വേണ്ടുന്ന ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കോളിഫ്ലവർ കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ കോളിഫ്ലവറിലേക്ക് ആ മാവ് നല്ലപോലെ പിടിക്കത്തക്ക രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മളിത് ഈ മാവെല്ലാം മിക്സ് ചെയ്ത് ഉടനെ തന്നെ ഉണ്ടാക്കുകയാണ്. പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രം കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ മാവ് കലക്കി വെച്ചിട്ടുള്ള പാത്രത്തിലെ കോളിഫ്ലവർ ഒന്ന് നല്ലപോലെ ഒന്ന് ആ മാവിൽ മുക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. അപ്പോൾ കോളിഫ്ലവറിലെ എല്ലാ ഭാഗത്തും മാവ് നല്ലപോലെ പിടിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കേണ്ട, എല്ലാം കൂടെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇട്ട് കൊടുത്തതും അങ്ങോട്ട് ഇളക്കി കൊടുക്കേണ്ട കേട്ടോ. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കി കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ എണ്ണയിൽ നല്ലപോലെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ കളറെല്ലാം മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല. ആ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. കാശ്മീരി മുളക് പൊടി മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പം നല്ലപോലെ ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി അത് കോരി മാറ്റുന്നതിന് മുമ്പ് നമുക്ക് എല്ലാം കോരി മാറ്റുന്നതിന് മുമ്പ് നമുക്ക് ആ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ
വറുത്ത് കോരാം. അപ്പോൾ ആ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും, നല്ലൊരു നിറവും കളറും നല്ല ഭംഗിയും ഉണ്ടാവും കാണാനായിട്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ കറിവേപ്പിലയെല്ലാം വറുത്ത് കോരിയതിന് ശേഷം ഒരു 3-4 പച്ചമുളക് നെടുകെ കീറിയത് കൂടെ ഇട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള കോളിഫ്ലവറും അതുപോലെ മാവിൽ മുക്കിയ ശേഷം എല്ലാം ഇട്ട് കൊടുത്ത് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ നമ്മൾ റെസ്റ്റോറൻറ്റിലും തട്ടുകടകളിലും മാത്രമല്ല നമുക്ക് വീട്ടിലും നമുക്ക് ഞൊടിയിടയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും സ്നേഹത്തോടെ ബൈ ബൈ.